ഋതുവിന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഈ പറയുന്ന സെലിബ്രിറ്റികൾ വരെ കമന്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിലെ ആ ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എല്ലാവരെയും ഞെട്ടിച്ചത്. അപ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിക്കുന്നു, ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരുന്നു. പക്ഷെ അതിനെ ഞങ്ങളിലേക്ക് ഋദ്വാൻ എത്തിച്ച രീതിയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. എങ്ങനെയായിരുന്നു ആ ഒരു അതായത് വീഡിയോ ചെയ്യുന്നതിന്റെ തുടക്കം എന്തായിരുന്നു? വീഡിയോ ചെയ്യുന്നതിന് തുടക്കം എന്താന്ന് പറഞ്ഞാൽ ഞാനത് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് ചെയ്തൊരു എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന കേസ്. അപ്പൊ ഞാനത് എല്ലാവരോടും ജസ്റ്റ് പറയാന്നുള്ള രീതിയിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടതാണ്. പക്ഷെ അത് ഇങ്ങനെ കേറിയിട്ട് എല്ലാരും അറിയുന്നുള്ളത് വിചാരിക്കുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ തന്നെയും ഇൻസ്റ്റ ചെക്ക് ചെയ്യുമ്പോൾ ഏപ്രിൽ 2025 നിങ്ങളുടെ ഒരു കഫേന്റെ ഇനാഗുറേഷന്റെ വീഡിയോയിലാണ് ലാസ്റ്റ് ഋദ്വാനെ നമ്മൾ നോർമലി കാണുന്നത്. അതിനുശേഷം ഏകദേശം ഓഗസ്റ്റിലാണ് ഈ ഒരു വീഡിയോ വരുമ്പോഴാണ്, അതായത് 3-4 മാസം കൊണ്ട് ഒരാൾ ചേഞ്ച് ആവക്കം. അതാണ് ഭയങ്കര മാറ്റം. എന്താ പറ്റിയെന്നുള്ളത് എന്തായിരുന്നു തുടക്കം? എന്തായിരുന്നു അത്? സംഭവം 2.5 വർഷമായിട്ട് ഈ മുഴ ഉണ്ടായിരുന്നു. ഒരു കാലിന്റെ ഇവിടെ ആയിട്ടൊരു മുഴ ഉണ്ടായിരുന്നു. പക്ഷെ അത് അധികം വലുപ്പമൊന്നുമല്ല, ചെറിയൊരു മുഴയായിരുന്നു. ഒരു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ വർക്കൗട്ട് കുറച്ച് നിർത്തിണ്ടായിരുന്നു ആ സമയത്ത്. ആ ഒരു കഫേ ഓപ്പൺ ആക്കുന്ന സമയത്ത്. ആ സമയത്ത് വർക്കൗട്ട് നിർത്തിയ സമയത്താണ് ഇത് കുറച്ച് വലുതാവുന്നത്. വർക്കൗട്ട് നിർത്തിയോണ്ടാന്ന് അറിയില്ല, പക്ഷെ ആ സമയത്താണ് ഇത് കുറച്ച് വലുതാവുന്നത്. അപ്പൊ അതും നോക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോയതാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കഫേ നോക്കുന്ന പാർട്ട്ണർ. അപ്പൊ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇത് ബയോപ്സി എടുത്ത്. അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് പ്രശ്നമാണ്, അപ്പൊ ഇത് ഇന്ന ഡോക്ടറെ പോയി കാണിക്കണം എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ പിന്നെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി. അങ്ങനെയാണ് ഇത് അറിയുന്നത്. ഇതിങ്ങനെ മാലിഗ്നന്റ് നിയോപ്ലാസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ടൈപ്പാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പക്ക ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന ക്യാൻസർ എന്നുള്ളത്. അങ്ങനെ അത് ഇന്ന സാധനം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നടന്നു. ഏകദേശം ഒരു 4 മാസത്തോളം അതിന് തന്നെ കുറച്ച് ടൈം വേണ്ടി വന്നു. 4 മാസം 4.5 മാസത്തോളം എടുത്ത്. എന്നിട്ടാണത്